ജയിൽമോചിതരായെങ്കിലും കന്യാസ്ത്രീകൾക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയുള്ള കേസുകളിൽ ആശങ്ക ബാക്കി. കേസ് റദ്ദാക്കാൻ ഇനിയും കോടതി കയറിയിറങ്ങേണ്ടി വരുമെന്നതാണ് മുന്നിലെ പ്രതിസന്ധി. കന്യാസ്ത്രീകൾക്കെതിരായ നടപടിയിൽ കേന്ദ്രത്തിനും ബിജെപിക്കുമെതിരെ വിമർശനം തുടരുകയാണ് കത്തോലിക്ക സഭ. കേസുമായി ബന്ധപ്പെട്ട ബിജെപി ഇടപെടലിൽ വിമർശനവുമായി സംഘപരിവാർ മതാചാര്യൻ സ്വാമി ചിദാനന്ദപുരി രംഗത്തെത്തി. കന്യാസ്ത്രീകൾക്കുള്ള ജാമ്യം താത്കാലിക ആശ്വാസം മാത്രമെന്ന് കുടുംബവും സഭയും പറയുന്നു. കേസ് റദ്ദാക്കിയാലേ സമാധാനമാകൂവെന്ന് കുടുംബാംഗങ്ങൾ. ഒരു തെറ്റും ചെയ്യാത്തവര് എന്നെ കോടതിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര വലിയ തെറ്റ് ചെയ്തവരും രാജ്യദ്രോഹവും തീവ്രവാദികളൊക്കെ പോകുന്ന ഒരു കോടതിയാണ്. ആ ഒരു കോടതിയിലേക്കാണ് നമ്മുടെ ചേച്ചിമാരെ സിസ്റ്റേഴ്സിനെ വലിച്ചഴച്ചത്. കന്യാസ്ത്രീകൾക്കെതിരായ നടപടിയിൽ ഇരിങ്ങാലക്കുട രൂപതയിൽ ഇടയലേഖനം വായിച്ചു. കന്യാസ്ത്രീകളുടെ മോചനത്തിൽ കേന്ദ്ര സർക്കാരോ ഛത്തീസ്ഗഡ് സർക്കാരോ ഇടപെടലുകൾ നടത്തിയിട്ടില്ലെന്നാണ് വിമർശനം. ബജറംഗള്, സംഘപരിവാര് തുടങ്ങിയിട്ടുള്ള മത രാഷ്ട്രീയ തീവ്രവാദ സംഘടനകളുടെ പേരിൽ, TTEയുടെ പേരിൽ, പരസ്യ വിചാരണ ചെയ്തവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യേണ്ടത് സഭ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ ഇന്നും പ്രതിഷേധ പ്രകടനങ്ങളുണ്ടായി. കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കത്തോലിക്ക സഭാ മുഖപത്രം ദീപിക രംഗത്തെത്തി. അതേസമയം വിഷയത്തിൽ ബിജെപി നേതൃത്വത്തെ വിമർശിച്ച് കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി രംഗത്തെത്തി. കുറ്റവാളി ആരെന്ന് ഇനി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തീരുമാനിക്കും എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. 24 കൊച്ചി.